ആൽഫ ബീറ്റ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആവില്ല. പിന്നെ വാല്യൂ കണ്ടെത്താൻ നമുക്കൊരു കാര്യം ഇവിടെ നമുക്ക് എന്താ നമ്മൾ ന്യൂട്ടൺ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ എസ് എൻ പ്ലസ് 2 അല്ല 2 അല്ല 3 ബിക്കോസ് ക്യൂബിക് റൂട്ടാണ്. സോ എസ് എൻ പ്ലസ് 2 പ്ലസ് മറ്റേതില്ല എക്സ് ടേം ഇല്ല, പിന്നെ ബാക്കിയുള്ളത് എസ് എൻ ദാറ്റ് ഈസ് ഇക്വൽ ടു 0. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയാം, ആൽഫ റേസ്റ്റ് -2 പ്ലസ് ബീറ്റ റേസ്റ്റ് -2 പ്ലസ് ഗാമ റേസ്റ്റ് -2 ആണല്ലോ. ദാറ്റ് മീൻസ് എനിക്ക് എന്താ വേണ്ടത്, എസ് -2 എന്ന് പറഞ്ഞ സാധനമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്നിന് എന്ത് കൊടുക്കും, ഞാൻ എന്നിന് -2 കൊടുക്കും. അപ്പോൾ S1 മൈനസ് 3S0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നല്ലോ പ്ലസ് എസ് -2 എന്ന് കിട്ടും. എന്നിന് -2 കൊടുത്തപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് S-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3S0 മൈനസ് S1 ആവും. S0 എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ്റ്റ് 0 ബീറ്റ റൈസ്റ്റ് 0 ഗാമ റൈസ്റ്റ് 0 ദാറ്റ് ഈസ് 3 എന്ന് പറയാൻ പറ്റും. ബിക്കോസ് എന്തിൻ്റെ പവർ 0 തൊട്ട് 1 വരാം. പിന്നെ 3 മൈനസ് S1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദാറ്റ് ഈസ് -3. എത്രയാണ് അത്, -3 അല്ല, അത് +3 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് വരും, പിന്നെ 3 + 3 6 വരും. വളരെ സിമ്പിൾ, ജസ്റ്റ് അത് S0 കൊടുത്താൽ മതി. പിന്നെ എന്താ രണ്ടുപേർക്കും കോമൺ റൂട്ട്സ് ഉണ്ടെങ്കിൽ ഇവർ രണ്ടാളും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. A1 BC ഇൻഡിജർ ആണ്, D പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്കറിയാം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓക്കെ F5 ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട് F2 5 ആണ്. അപ്പോൾ ഞാൻ പറയും f(2 - 5) ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയും f(x - 5) അതിനെ ഞാൻ എന്ത് വിളിക്കും, g(x) എന്ന് വിളിക്കും, ഈ പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്, സ്വാഭാവികമായിട്ടും g(x) എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് തന്നെയായിരിക്കും. കാരണം ഇവിടെ നിന്ന് എനിക്ക് f(3 - 5) ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതും ഫംഗ്ഷൻ f(x - 5) എന്ന് പറഞ്ഞാൽ g(x) ആണ്. അതേപോലെ f(3 - 5) എന്ന് പറഞ്ഞാൽ g(x) എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം g(x) എന്ന് പറയുന്ന ഫംഗ്ഷന് റൂട്ട്സ് വരുന്നത് സ്വാഭാവികമായിട്ടും എവിടെയാണ്, 2 എന്ന് പറഞ്ഞ പോയിന്റിലും 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പോൾ ഞാൻ പറയും a × x - 3 × x - 2 അതാണ് നമ്മുടെ g(x). കാരണം എന്താ, റൂട്ട്സ് വരുന്ന 3ലും a എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ എന്താ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഇവിടെയാണ് റൂട്ട്സ് വരുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊരു കാര്യം അറിയാം, g(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് f(x - 5) എന്നാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ നമുക്ക് ഇനി f(x - 5) ആണ് വേണ്ടത്, കാരണം f(x) ആയിട്ട് ബന്ധമുള്ളൂ നമുക്ക്, അതാണ് ചോദ്യം. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും f(x) = a × x - 3 × x - 2 + 5 എന്ന് കിട്ടും. അങ്ങനെ ഈ എയുടെ വാല്യൂ ഇങ്ങനെ കണ്ടെത്താൻ ഇവിടെ ഒരു ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്, f(4 = 17). സോ f(4 = 17) ദാറ്റ് മീൻസ് ഇവിടെ 4 ഇട്ട് കൊടുക്കുക, എക്സിന് 4 ഇട്ട് കൊടുക്കുക, 17 ഇക്വേറ്റ് ചെയ്യുന്ന എയുടെ വാല്യൂ കിട്ടും. അതിനുശേഷം f(5) കിട്ടാൻ വേണ്ടിയിട്ട് എന്താ എയുടെ വാല്യൂ കിട്ടി, പിന്നെ എക്സിന് 5 ഇട്ട് കൊടുത്ത് ഉത്തരം കിട്ടും. ഓക്കെ, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇന്നത് റാഷണൽ, ഇതൊക്കെ വളരെ സിമ്പിളാണ്, വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. എ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 8 ഓവർ റിയൽ കോഫിഷ്യൻറ്റ് ഹാവ് ഓൾ കറക്റ്റ് ആണ്. എല്ലാത്തിനും ഇമാജിനറി എടുക്കും, കാരണം ഇമാജിനറി റൂട്ട്സ് എപ്പോഴും പെയറായിട്ടേ വരാം, അപ്പം കറക്റ്റ് ആയിരിക്കും. പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 9 ഓവർ റിയൽ കോഫിഷ്യൻ. ഓക്കെ 9. ഇപ്പോൾ എല്ലാം പെയറായിട്ട് എടുക്കാൻ പറ്റില്ല, ഒരുത്ത മാത്രം റിയൽ ആയിട്ട് നിൽക്കും, ബാക്കിയൊക്കെ ഇമാജിനറി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒറ്റൊരുത്തനെങ്കിലും റിയൽ റൂട്ട് ഉണ്ടാവും. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓൾവേസ് ഹാസ് 2 സൊല്യൂഷൻസ്, അത് പറയാൻ പറ്റില്ല. സൊല്യൂഷൻസ് 2 ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പറയാൻ പറ്റും റൂട്ട്സ് 2 ഉണ്ടെന്ന് പറയാൻ പറ്റും. സൊല്യൂഷൻസ് ഇപ്പോൾ x - 2 ഹോൾ സ്ക്വയർ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ അതിനാകെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇഫ് വൺ റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇസ് ദിസ്, ഇത് അടുത്ത റൂട്ട് ഇതാണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല, ഇത് ഫോൾസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടില്ല ABC റാഷണൽ എന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. ഇനി ഇത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്, a + b + c. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ x സ്ക്വയർ എന്നല്ല a - 2 അല്ല x സ്ക്വയർ, സോറി ഇവിടെ a - 2 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻസ് ഇടക്കിടക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും a - 2 x സ്ക്വയർ പ്ലസ് b - 3 x പ്ലസ് c - 4 = 0. ഈ പറഞ്ഞ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ആൽഫ ബീറ്റ ഗാമ കൊടുത്ത പോലെയാണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ആൽഫ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, ബീറ്റ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, അതേപോലെ ഗാമ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകെ 2 റൂട്ട്സേ ഉണ്ടാവുള്ളൂ, ബിക്കോസ് ഇത് സ്ക്വയർ x സ്ക്വയർ ആണ്, 2 റൂട്ട്സേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 3 റൂട്ട്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഗായ് ഈസ് ആൻ ഐഡന്റിറ്റി. ദാറ്റ് മീൻസ് എല്ലാ പറഞ്ഞ എക്സിൻ്റെ വാല്യൂ, ഈ പറഞ്ഞ എല്ലാ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ 0 ആണ്. ദാറ്റ് മീൻസ് a = 2, b = 3, c = 4, അങ്ങനെ എല്ലാം ആഡ് ചെയ്താൽ 9 ആവുന്നുണ്ട്. ഇറ്റ്സ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇയാളെന്താ, അയാൾ റിയൽ ആവുമല്ലോ, ഈ പറഞ്ഞ ഇക്വേഷൻ റിയൽ ആണ്. ദെൻ ഫൈൻഡ് ദ മിനിമം ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് റിയൽ. ഇത് ഒരു കാര്യം നമുക്കറിയാൻ പറ്റും, റിയൽ ആണെങ്കിൽ b² - 4ac ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നായിരിക്കും, റൈറ്റ്. അങ്ങനെ ആകുമ്പോൾ b² ദാറ്റ് ഈസ് p + 1 ഹോൾ സ്ക്വയർ, p + 1 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഇതിനെ ഞാൻ 4 പ്ലസ് ആക്കും, എന്നിട്ടോ 4 × 3 - q സ്ക്വയർ എന്ന രീതിയിൽ എഴുതാം അല്ലേ, ഫൈൻ. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടുന്ന് ഇത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. നമുക്ക് എന്താണ് ഈ പറഞ്ഞ സാധനത്തിൻ്റെ മിനിമം വാല്യൂ, ദാറ്റ് മീൻസ് ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ഇത് കിട്ടണം. അപ്പോൾ ഞാൻ തൽക്കാലം പറയുകയാണ്, ഇതാ ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കാണുന്നുണ്ട്. ഞാൻ പറയും പിയുടെ ഒരു ക്വാഡ്രാറ്റിക്ക ഇതെന്ന് പറയും. ദാറ്റ് മീൻസ് ഇയാൾ എന്താവും എന്താണ് ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. പിയുടെ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ആ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ക്വാഡ്രാറ്റിക്കിൻ്റെ ഡി ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0 ആൻഡ് പി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. പി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന രീതിയിലാവണം. അതുമാത്രമല്ല ഇതിൻ്റെ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് അതിൻ്റെ വാല്യൂ ഡി ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഡി ലെസ് ദാൻ 0 നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ച ഡി ലെസ് ദാൻ 0 മീൻസ് ഇതിൻ്റെ ഡി എന്തെന്നാ ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 4 മൈനസ്, കാരണം പിയുടെ അല്ല, മൈനസ് 4 ഇൻറ്റു എ സി. എ എന്ന് പറഞ്ഞാൽ 1, പി ഗ്രേറ്റർ ദാൻ 0 എന്നല്ല, പിയുടെ മുകളിലുള്ള കോഎഫിഷ്യൻറ്റ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് 1 ആയതുകൊണ്ട് ദാറ്റ് 1 ഓൾസോ ഇസ് ഗ്രേറ്റർ ദാൻ 0. ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 1 ഇൻറ്റു സി ദാറ്റ് ഇസ് 12 മൈനസ് 4q സ്ക്വയർ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0 അല്ല ഡി ലെസ് ദാൻ 0. അപ്പോൾ ഇവിടുന്ന് 4 കോമൺ എടുത്തിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ 1 മൈനസ് 1 ഇൻറ്റു 1 അല്ല 1 ഇൻറ്റു 12 മൈനസ് 4q സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, 12 പ്ലസ് 4q സ്ക്വയർ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1, റൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു ടേം ഞാൻ മിസ്സായി പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞ മെത്തേഡ് കറക്റ്റാണ്. ഈ 2q എന്ന് പറഞ്ഞ ടേം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് സാധനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ മെത്തേഡ് കറക്റ്റ് പ്രകാരം നമുക്ക് ലാസ്റ്റ് ഈ q സ്ക്വയർ മൈനസ് 2q അത് എവിടെ മുതൽ കിട്ടും, 3 മുതൽ ഇൻഫിനിറ്റി വരെ കിട്ടും. കാരണം അതിൻ്റെ മാക്സിമം പോയി കഴിഞ്ഞാൽ അത് എന്താ ഈ പറഞ്ഞ q സ്ക്വയർ മൈനസ് 2q അത് 3നേക്കാളും വലുതാണ്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. അല്ലെങ്കിൽ മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഈ പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടുന്ന് എന്താ നമുക്ക് എന്തിനു വേണ്ട q സ്ക്വയർ മൈനസ് 2q. അപ്പോൾ ഞാൻ ഇവിടുന്ന് 4 കോമൺ എടുക്കുവേ. ഏത് ഈ പറഞ്ഞ ടേമിൽ നിന്ന് 4 കോമൺ എടുക്കുക. എന്നിട്ട് എനിക്ക് എന്താ കിട്ടുക, q സ്ക്വയർ 2q സ്ക്വയർ കിട്ടും, വെറും q സ്ക്വയർ മൈനസ് 2q കിട്ടും. കണ്ട് ആ ടേം അവിടെ വന്നിട്ടുണ്ട്, ഫൈൻ. എന്നിട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ബാക്കിയുള്ള സാധനങ്ങൾ എവിടത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. എന്താ വരിക, മൈനസ് പി സ്ക്വയർ മൈനസ് 2p പ്ലസ് 11 വരും. എന്നിട്ട് ഞാൻ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു -1 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടും 4q സ്ക്വയർ മൈനസ് 2q. ഓക്കെ, അത് ലെസ് ദാൻ നമുക്ക് പറയാൻ പറ്റും പി സ്ക്വയർ പ്ലസ് 2p പ്ലസ് 11 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഇതുണ്ടാക്കണം, ക്വാഡ്രാറ്റിക് ഫോം ചെയ്യണം. ഐ മീൻ ക്വാഡ്രാറ്റിക് അല്ല, ഫാക്ടറൈസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ഇതാക്കും. ഞാൻ എന്ത് ചെയ്യും, പി സ്ക്വയർ പ്ലസ് 1 കൊടുക്കും, പിന്നെ ഒരു -1 കൊടുക്കും, ഒരു പ്ലസ് 11 ഇവിടെ വരും. ഓക്കെ, +1 ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ, +1 -1. കാരണം എന്നിട്ട് ഇവിടെ നമുക്ക് കിട്ടും 4q സ്ക്വയർ മൈനസ് 2q ലെസ് ദാൻ p പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 9 അല്ല പ്ലസ് 10, റൈറ്റ്. അങ്ങനെ അവിടുത്തെ ഫെർദർ ഫാക്ടറീസ് നമുക്ക് മനസ്സിലാവും. q സ്ക്വയർ മൈനസ് 2q ഇത് ഈ റേഞ്ചിലാണ് വരാൻ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം 0 ആണ്. അപ്പോൾ 3 മുതലായിരിക്കും അതിൻ്റെ വാല്യൂ വരാം, അത് കിട്ടും. ഓക്കെ, അടുത്ത ദിവസം വെച്ചാൽ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇവർ രണ്ടാളും, ഈ ക്വാഡ്രാറ്റിക് എഴുതി വെച്ച് ഇവർ രണ്ടാളും എന്താണ് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക്കിൻ്റെ ഫാക്ടേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇയാൾക്കിപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആൽഫ ബീറ്റ ഇയാളിൽ വരണം. അല്ലെ പോട്ടെ, നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക്കിന് എന്താണ് ഡെഫിനറ്റ്ലി 2 ഇതുണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്, ആൽഫ ബീറ്റ. ഇയാൾക്ക് 2 സൊല്യൂഷൻസ് ഉണ്ട്, ഗാമ ഡെൽറ്റ. ശരി, ഇനി ഓരോന്ന് വെച്ചാൽ ഇയാളുടെ ഫാക്ടേഴ്സാണ് ഇവർ 2 പേരും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇയാൾക്കുള്ള 2 ഫാക്ടേഴ്സ് അത് ഇയാൾക്കും വേണം. ഇയാൾക്കുള്ള 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് Q1 വരണം, അതേപോലെ ഇയാൾക്കുള്ള 2 ഫാക്ടേഴ്സ് Q2 വരണം. അങ്ങനെ ആകുമ്പോൾ ആൽഫ ബീറ്റ എന്നുള്ളത് ഇയാളുടെ ഫാക്ടേഴ്സ് ആവണം, അതേപോലെ ഗാമ ഡെൽറ്റ എന്ന് പറഞ്ഞാലും ഇയാളുടെ ഫാക്ടേഴ്സ് ആവണം. പക്ഷേ അതൊരിക്കലും പോസിബിൾ അല്ല, കാരണം ഇവിടെ ക്യൂബിക് ആയിട്ട് വരുന്നത്. അപ്പോൾ 4 ഫാക്ടേഴ്സ് ഒരിക്കലും വരില്ല. അങ്ങനെ ആവുന്ന 4 റൂട്ട്സ് ഒരിക്കലും വരില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണ്ടോ, ആൽഫയും ബീറ്റയിലും അഥവാ ഗാമയിലും ഡെൽറ്റയിലും അതിൽ ഏതെങ്കിലും ഒരു റൂട്ട് സെയിം ആയിരിക്കണം. ആൽഫ ആയിക്കോട്ടെ ബീറ്റ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരെണ്ണം ഈ പറഞ്ഞ 2 Q1ലും സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് Q1 Q2ൽ ഏതെങ്കിലും ഒരു കോമൺ റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കണക്ക് പ്രകാരം കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഇവർക്ക് രണ്ടാക്കും ഒരേ ഇതുണ്ട് വിചാരിച്ചു. നമുക്ക് പറയാം തൽക്കാലം ആൽഫയാണ് ഇവരുടെ കോമൺ ആയിട്ടുള്ള റൂട്ട്സ് എന്ന് പറയാം. അങ്ങനെ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യും. അങ്ങനെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യും. അപ്പോൾ x² അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. കാരണം വെച്ചാൽ എന്തുകൊണ്ട് ഞാനിങ്ങനെ മൈനസ് ചെയ്തത്, കാരണം വെച്ചാൽ നമുക്കൊരു 2 ഫംഗ്ഷൻസിന് അല്ലെ 2 ക്വാഡ്രാറ്റിക്സിന് കോമൺ റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരൊന്ന് മൈനസോ സബ്ട്രാക്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ, അവിടെ ഉണ്ടാകുന്ന ആ പറഞ്ഞ പോളിനോമിയലും സെയിം കോമൺ റൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇയാളെ ഞാൻ മൈനസ് ചെയ്ത് സെയിം കോമൺ റൂട്ട് തന്നെ ഉണ്ടാവും, അതുതന്നെയാണ് ആൽഫ. അപ്പോൾ ആ ഒരു എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതായിരിക്കും ആൽഫ. അങ്ങനെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് കണ്ടെത്താൻ പറയുന്നത്, കെയുടെ വാല്യൂ, റൈറ്റ്.
അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി, അത് ഈ പറഞ്ഞ ഫംഗ്ഷനിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും, റൈറ്റ്. അപ്പോൾ ആ കെയുടെ രണ്ടാമത്തെ വാല്യൂം കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ 0 30 കിട്ടും. അതിനകത്തുള്ള വലിയ നമ്പർ 30 എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ എ ബി സി ആർ ഇൻ ജി പി ഇക്വേഷൻ ഹാവ് എ കോമൺ റൂട്ട്. ഒന്നാമത്തെ കാര്യം ഫൈൻ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം, ഇവരൊന്ന് ഡിസ്ക്രിമിനൻറ്റ് കണ്ടെത്തി നോക്കാം. സോ ദാറ്റ് ഈസ് 4b² മൈനസ് 4 ഇൻറ്റു എ സി. സോ 4ac എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് 4 കോമൺ എടുക്കാം, b² മൈനസ് എ സി. ഇനി നമുക്കറിയാം എയും ബിയും സിയും ജി പിയിലാണെങ്കിൽ ഇറ്റ്സ് കോമൺ ദാറ്റ് b² ഇസ് ഈക്വൽ ടു എ സി. ദാറ്റ് മീൻസ് നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് എന്താ കിട്ടുന്നത്, 0 കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഡിസ്ക്രിമിനൻറ്റ് ഇയാൾ 0 ആയി പോയില്ലേ, അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് 0 ആണ് കിട്ടിയത്. ഡിസ്ക്രിമിനൻറ്റ് 0 ആണെങ്കിൽ എന്താ പ്രത്യേകത, ഡിസ്ക്രിമിനൻറ്റ് 0 ആണെങ്കിൽ അയാൾക്ക് ഒറ്റ റൂട്ടേ ഉണ്ടാവുള്ളൂ. ശരി, അതുകൊണ്ട് ഇയാൾക്ക് ഒറ്റ റൂട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇയാൾക്ക് ഒറ്റ റൂട്ടേ ഉള്ളൂ. ഇയാൾക്ക് ഒറ്റ റൂട്ടാണെങ്കിൽ ഇയാൾക്ക് എന്ത് 2 റൂട്ട് മേ ബി ഉണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഉണ്ടാക്കും കോമൺ റൂട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ ഇയാളുടെ റൂട്ട് ആൽഫ ആണെങ്കിൽ അടുത്ത റൂട്ട് ആൽഫ ആയിരിക്കും. ഇയാൾക്ക് ആൽഫ ഉണ്ട് ബീറ്റ ഉണ്ട്. ശരി, കാരണം ഇയാൾക്ക് ഒരു കോമൺ റൂട്ട് ഉണ്ട്, ഇവർക്ക് രണ്ടാക്കും കൂടിയിട്ട് ഒരു കോമൺ റൂട്ട് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഡെഫിനറ്റ്ലി എന്ത് കിട്ടാൻ പറ്റും, 2 ആൽഫയുടെ വാല്യൂ കിട്ടാൻ പറ്റും. കാരണം സം ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് മൈനസ് 2b/a എന്നുള്ള കാര്യം കിട്ടും. ശരി, ഇനി ഇവിടെ നോക്കി d/a എന്ന് പറഞ്ഞ ടേമാണ് വേണ്ടത്. ഓക്കെ, d/a. അപ്പോൾ ഞാനിവിടെ കാരണം വെച്ചാൽ ഈ പറഞ്ഞ ആൽഫ കിട്ടിയ ആൽഫയുടെ വാല്യൂ 2 ആൽഫ കിട്ടിയത് അല്ലേ, ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് b/a. ഓക്കെ, അതാണ് ആ പറഞ്ഞ ആൽഫ ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് ഇവർക്ക് രണ്ടും കോമൺ റൂട്ട് ഉണ്ട്. അപ്പോൾ ആ ആൽഫ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ d/a എന്ന് പറഞ്ഞ ടേം ഡെഫിനറ്റ്ലി കിട്ടും, കാരണം a ഉണ്ട്, കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ എക്സ് അവിടെ കൊടുക്കും, നേരെ ഈ ആൽഫ ഇവിടെ കൊടുക്കും ഇക്വേഷനിൽ. അപ്പോൾ ആൽഫ ഇവിടെ കൊടുത്തപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടി. പക്ഷേ നമുക്ക് ആ ടേമിലേക്ക് എത്തുന്നില്ല, ഇവിടെ d/b² എന്നൊക്കെ വേണ്ടത്, നമുക്ക് വെറും d/a എന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇക്വേഷനാണ് a ഡിവൈഡ് ബൈ b² മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ a മാത്രം വരും, പിന്നെ b² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സംഭവം ഒഴിവായി കിട്ടും അല്ലേ. അപ്പോൾ a/b² കൊണ്ട് കംപ്ലീറ്റ് ഇക്വേഷൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ a/b² കൊണ്ട് കംപ്ലീറ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് d/a കിട്ടി, പക്ഷേ e/b കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും, ലെഫ്റ്റോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നോക്കിക്കോ, ഇതാ d/a ഇൻറ്റു f/c ആണ് വേണ്ടത്. ശരിയാ, ഇവിടെ എന്താ വേണ്ടത്, f/c ആണ് വേണ്ടത്. ഇവിടെ ആകെ a/b² ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, f/c. ഒരു കാര്യം അറിയാം, b² ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, ac ആണ് അല്ലേ, b² ഇസ് ഈക്വൽ ടു ac. ഇവിടെ b² ഉള്ളിടത്ത് ഞാൻ കൊടുക്കും ac കൊടുക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് a കട്ട, അപ്പോൾ f/c വരും. അപ്പോൾ നമുക്ക് കിട്ടി d/a കിട്ടിയിട്ടുണ്ട്, f/c കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ഈ പറഞ്ഞ സാധനത്തിൻ്റെ എല്ലാ വാല്യൂസ് കറക്റ്റായിട്ട് ഇക്വേഷനിലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 2e/e ഇത് നമുക്കറിയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെഫിനറ്റ്ലി നമ്മളെ എ പിയുടെ ഒരു കാണിക്കലാണ്. എ പി ആണ്, ഇത് എ പിയുടെ ഫോമാറ്റിലാണ് ഉള്ളത്. ഓക്കെ, ബിക്കോസ് XYZ ആണ് എ പി, ദെൻ y മൈനസ് എക്സ്, ഇത് കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും, z മൈനസ്, ദാറ്റ് മീൻസ് 2y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് എന്നുള്ള അത് കിട്ടും. അതൊന്നും തന്നെയല്ല, കറക്റ്റ് 2y കണ്ടത് നടുക്കത്ത ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയാളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ്. അപ്പോൾ എ പിൻ്റെ ഫോമിലുള്ള സോ എ പിയുടെ ഫോമാറ്റിലുള്ള കാര്യം കിട്ടി. ഫൈൻ. അടുത്ത ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഇതിനെ ആദ്യം നമുക്ക് ഈ പറഞ്ഞ ഇയാൾക്കും എന്താ കോയിൻസൈഡ് 2 റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ വിത്ത് റൂട്ട്സ്. ഓക്കെ ഇയാൾക്ക് ഡെഫിനറ്റ്ലി 3 റൂട്ട്സ് ഉണ്ടാവും, ആൽഫ ബീറ്റ ഗാമ. എന്താണ് ഇവിടെ 2 റൂട്ട്സ് വിത്ത് കോയിൻസൈഡ് വിത്ത് റൂട്ട്സ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇയാൾക്കും ആൽഫ ഉണ്ട് ബീറ്റ ഉണ്ട് പിന്നെ ഒരു ഡെൽറ്റ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ x³ എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് x³ പ്ലസ് ax² പ്ലസ് x² പ്ലസ് ax പ്ലസ് bx പ്ലസ് b ദാറ്റ് ഈസ് ഈക്വൽ 0. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കോമൺ കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ഇവിടെ ഈ ax ഞാൻ x³ പ്ലസ് a കോമൺ ax എടുക്കാൻ തോന്നുന്നു, കോമൺ ദാറ്റ്സ് ബെറ്റർ. x പ്ലസ് 1 പ്ലസ് ഇവിടെ നിന്നും ഒരു എക്സ് അങ്ങോട്ട് കൊടുക്കാം, എന്ത് bx കോമൺ എടുക്കാം അല്ലേ. ഇവിടെ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും, കോമണ് എക്സ് തന്നെ കോമൺ എടുക്കാൻ പറ്റും. എന്നിട്ടോ എക്സ് പ്ലസ് ബി വരും. ശരി, അതേപോലെ ബാക്കിയുള്ളത് അങ്ങനെ ലാസ്റ്റ് എല്ലാം കോമൺ എടുത്ത് നോക്കാം. അന്നേരം നമുക്ക് ഈ പറഞ്ഞ ടേം ഇങ്ങനെയാണ് വരാൻ, കുറച്ചുകൂടി ഫാക്ടറൈസ്ഡ് ഫോർമാറ്റിൽ വരും. ഫാക്ടറൈസ്ഡ് ഫോർമാറ്റിൽ വരുന്നതിനെ കൊണ്ട് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഒരു കാര്യം കിട്ടും, ഇവിടെ ഒരു എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് -1 എന്ന് കിട്ടി, ഒരു സൊല്യൂഷൻ കിട്ടി ഓൾറെഡി. പിന്നെയുള്ളത് ആൽഫ ബീറ്റ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി ഇയാളുടെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഒന്ന് x = 1 എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരി,
അതേപോലെ ഇയാളുടെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് മൈനസ് എന്തായാലും ഇമാജിനറി ആണ്. സോ ഇമാജിനറി ബി സ്ക്വയർ മൈനസ് 4ac/2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ കിട്ടും, ഈ ഒരു സൊല്യൂഷൻ കിട്ടും. ഇനി പറയാന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും 2 കോമൺ സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ്. 2 കോമൺ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചാൽ ഇയാൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സൊല്യൂഷൻ അല്ല. ദാറ്റ് മീൻസ് ഇയാളും ആയിരിക്കും 2 കോമൺ സൊല്യൂഷൻസ് എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഫൈൻ. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് തിരിയും ഈ പറഞ്ഞ ഇക്വേഷൻ്റെ ആൽഫ ബീറ്റയാണ്, പിന്നെ ഇവൻ -1 അത് പോയി. അതേപോലെ ഈ പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിലോ അവനാണ് 2 കോമൺ സൊല്യൂഷൻസ് ഉള്ളത്. അപ്പോൾ നോക്കി അവർക്ക് രണ്ടാക്കും, ഇയാൾക്കും ആൽഫയും ബീറ്റ തന്നെ, കാരണം ഇയാളുടെ ഇമാജിനറി റൂട്ട്സ് തന്നെ ആയിരിക്കും ഇയാളുടെ ആൽഫയും ബീറ്റ ആയിട്ട് വരാം കോയിൻസൈഡ്, കാരണം 1ഉം -1 ഒരിക്കലും ഈക്വൽ അല്ല. അപ്പോൾ 2 സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ 2 പേരായിരിക്കും, ഈ 2 ഇക്വേഷൻസിനായിരിക്കും 2 കോമൺ സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇവിടുന്ന് 2 കോമൺ റൂട്ട്സ് ഉള്ള ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കോഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, കോഫിഷ്യൻസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. അത് സിമ്പിളായിട്ട് എയുടെ ബിയുടെയും വാല്യൂ കണ്ടെത്തി ഉത്തരം കിട്ടും, കോഫിഷ്യൻസിൻ്റെ റേഷ്യോ ഇക്വേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഈ ഫോർ സം പി ഈസ് ഇക്വൽ ടു, ശരി, പി ക്യൂക്കും നോട്ട് ഓൾ ഹാവ് ദ സെയിം സൈൻ, ആയിരിക്കും ഒരേ സൈൻ ഇല്ല. ഓക്കെ, വൺ ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, ശരി, ഇത് ഓൾസോ ഓക്കെ. ഈ പറഞ്ഞ ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ഇയാൾക്കുള്ളത്, ഏത് കോമൺ റൂട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ Q² + R² + P² എന്നൊക്കെയാണ് കണ്ടെത്താൻ പറയുന്നത്. ശരി, അപ്പോൾ ഞാൻ ആദ്യം ഇയാളുടെ റൂട്ട് എനിക്ക് സുഖമായിട്ട് കണ്ടെത്തിക്കൂടെ ഇന്നോ ഇപ്പോൾ. അപ്പോൾ എന്താ കിട്ടുക, x-3 അല്ല, x-4, x+ഉം 4ഉം x-2 ആയിരിക്കും. അപ്പോൾ എനിക്ക് -4ഉം കിട്ടും 2ഉം കിട്ടും, 2 സൊല്യൂഷൻസ് ഇയാളുടെ. അതിനകത്ത് ഏതോ ഒരു സൊല്യൂഷൻ ഇയാളായിട്ട് കോമൺ ആ പോലും. ഓക്കെ, അപ്പം ഞാൻ ഒന്നാമത്തെ കേസ് -4 ആയിരിക്കും കോമൺ സൊല്യൂഷൻ വിചാരിക്കുക. അപ്പം -4 ഈ പറഞ്ഞ ഇക്വേഷനിൽ സാറ്റിസ്ഫൈഡ് ആവേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ -4 അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും P² + Q² + 16, -4ൻ്റെ സ്ക്വയർ -4 to 8, അപ്പോൾ 8 Q പിന്നെ P + R + Q² + R² ദാറ്റ് ഈക്വൽ 0 എന്നാവും. എന്നിട്ടൊന്ന് 16 P² + 16 Q² + 8 QP + 8 QR + Q² + R² ദാറ്റ് ഈസ് ഇക്വൽ 0. ഇനി നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ച പോലെ 16P പിന്നെ ഒരു Q² ഉണ്ട്, അതേപോലെ PQ ആയിട്ട് ബന്ധപ്പെട്ട ഏതാ ഇയാളെടുക്കുക, ഈ 3 ടേംസ് എടുക്കുക. അപ്പോൾ 4P ഹോൾ സ്ക്വയർ + 2 × 4 × PQ എന്ന രീതിയിലല്ലേ. അപ്പോൾ അത് പ്ലസ് ഈ 3 ടേംസും കൂട്ടി ഞാൻ എങ്ങനെ എഴുതും, ഞാൻ നോർമലായിട്ട് ഫാക്ടറൈസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ ഈ മെത്തേഡ്. 4P + Q ഹോൾ സ്ക്വയർ പ്ലസ് ഇതേപോലെ ഈ പറഞ്ഞ ടേമിനെ 4Q ഹോൾ സ്ക്വയർ, ഈ പറഞ്ഞ ടേമും ഇതും. സോ അതിന് ഞാനിങ്ങനെ എഴുതാൻ പോവാണ്, 4P + R ഹോൾ സ്ക്വയർ = 0. സോ ഇവിടുന്ന് ഫെർദർ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ 2 പേരുടെ സ്ക്വയർ ആഡ് ചെയ്ത് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് 4P = 0, 4P + Q = 0. സോ 4P = -Q. എന്തായാലും വാല്യൂ കണ്ടെത്താൻ പറഞ്ഞാൽ പി ഈ പറഞ്ഞ ടേമിൻ്റെ, അപ്പോൾ എല്ലാം പിയുടെ ടേംസ് കിട്ടുന്നതായിരിക്കും ലാഭം അല്ലേ. അപ്പം Q = -4P എന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അതവിടെ വെക്കാം, കാരണം അടിയിൽ P² ആണ്. അപ്പോൾ ഞാൻ Q² R² എല്ലാം പിയുടെ ടേംസിലാകുമ്പോൾ അടിയിൽ P² കട്ടായി പോകും. അപ്പോൾ എല്ലാം പിയുടെ ടേംസ് കിട്ടുന്നതായിരിക്കും ലാഭം എന്നുള്ള കാര്യം മനസ്സിലായി. അതേപോലെ 4Q = -R ആണ്, പിന്നെ ആറിൻ്റെയും വാല്യൂ കണ്ടെത്താൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം R = -4Q ആണ്. ഇനി Q = -4P പോലും. ഇപ്പം ഞാൻ -4 × Qയുടെ വാല്യൂവിൽ -4P കൊടുക്കും. ദാറ്റ് മീൻസ് 16P ആണ് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാവും ആറുടെയും പിയുടെ എന്താണ്, ഇവിടുന്ന് ആറുടെയും Qയുടെയും സൈന് സെയിം അല്ല എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. അതേപോലെ Qയുടെയും പിയുടെയും സൈന് സെയിം അല്ല എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും സൈന് സെയിം അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മേ ബി 2 ആയിരിക്കും കോമൺ ആയിട്ടുള്ള റൂട്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളിപ്പോൾ 2 ഇട്ടെടുത്തിട്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉത്തരം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരുടെയും പിയുടെയും Qയുടെ ഒക്കെ വാല്യൂ എന്നല്ല ആ സൈന് സെയിം ആവുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് സൈന് സെയിം അല്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം കണ്ടെത്തിയ കറക്റ്റ് സാധനം. അപ്പം കേസ് വെൻ -4 is the common root is the correct case എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളോട് എന്താ കണ്ടെത്താൻ പറയുന്നത്, ലാസ്റ്റ് Q² + R². നമുക്ക് Q²ൻ്റെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് 16P² + R², ദാറ്റ് ഈസ് 256P² ഹോൾ ഡിവൈഡഡ് ബൈ P²ൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയുന്നുണ്ട്.
ഇവിടുന്ന് 16 + 256 എത്രയാണ്? ഓക്കെ, അപ്പോൾ 272 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആൽഫ ബീറ്റ നമുക്ക് റൂട്ട്സ് തരും. എന്നിട്ട് നമ്മളോട് കണ്ടെത്താൻ പറയും. ഇതൊരു മെത്തേഡാണ്. നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടെത്താൻ പറയും. സോ ദാറ്റ് അവരുടെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 2α + 3 ആയിരിക്കും, 2β + 3 ആയിരിക്കും. പിന്നെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇതിനുണ്ടല്ലോ ഒരേപോലെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും y = f(x) എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ f(x) എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ് ആണ്, വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ. ദാറ്റ് മീൻസ് 2x + 3 എന്നായിരിക്കും y. എന്നിട്ട് എന്ത് രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇത്, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിന് ഒറ്റയ്ക്ക് ആക്കുക. ദാറ്റ് മീൻസ് y - 3/2 ദാറ്റ് ഇസ് x കിട്ടുമല്ലോ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൽഫയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന എക്സ് ആണ്. സോ ആ എക്സ് ഇവിടെ നമ്മൾ കൊടുക്കും. എക്സ് അവിടെ കൊടുക്കും മീൻസ് y - 3/4 -5 × y - 3/2 + 6 = 0. അങ്ങനെ ഈ വൈനെ മാത്രം ഒറ്റക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷന് വൈയുടെ ആവുമ്പോൾ ഞാൻ x² - 16y എന്ന് കൊടുത്താൽ വ്യത്യാസം ഉണ്ടായില്ല, ഒരിക്കലും വ്യത്യാസമില്ല. അങ്ങനെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ റൂട്ട്സ് ഉണ്ടാവും. ഈ പറഞ്ഞ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 2α + 3 ആയിരിക്കും, അതേപോലെ 2β + 3 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് ആ മെത്തേഡ്. ആ മെത്തേഡ് അങ്ങനെ തന്നെ ഏത് പോളിനോമിയലായാലും വർക്കാവും, ഏത് പോളിനോമിയലായാലും. ഓക്കെ, അതിനാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇക്വേഷൻ എന്ന് പറയാൻ. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ റൂട്ട്സ് നമുക്കൊരു ആദ്യം ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിന് ആൽഫ ബീറ്റ ഗാമയാണ്. ഫൈൻഡ് ദി ക്യൂബിക് ഹാവിങ് ദ റൂട്ട്സ്. ഓക്കെ, ആൽഫ +1 ഒരു റൂട്ടാണ്, ബീറ്റ +1 ഒരു റൂട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ ആദ്യം y = ആൽഫ ദാറ്റ് മീൻസ് x + 1 എന്ന രീതിയിൽ, എന്നിട്ട് x = y - 1. ഈ പറഞ്ഞ നമ്മുടെ മെയിൻ ഒറിജിനൽ ഇക്വേഷനിലേക്ക് ഇടാൻ ദാറ്റ് മീൻസ് y - 1 ഹോൾ ക്യൂബ് - 5y - 1 ഹോൾ സ്ക്വയർ + 6y - 1 -3 ദാറ്റ് ഇസ് ഇക്വൽ 0. അങ്ങനെ വൈനെ മാത്രം ഒറ്റക്കാക്കുക. y³ - 1 -3y × y - 1 പ്ലസ് ഇവിടെ നിന്നൊരു y³ - 1 -3y² +3 + 5 × y² -2y. കുറച്ച് ലെങ്തിയാണ് എന്തായാലും. +1 അങ്ങനെ ചെയ്ത് ലാസ്റ്റ് വൈനെ മാത്രം ഒറ്റക്കാക്കിയിട്ടുള്ള പരിപാടി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു കിട്ടുന്ന ഇക്വേഷൻ വൈയുടെ ടേംസിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് ആൽഫ +1 ബീറ്റ +1 ആയിരിക്കും. അതേപോലെ ഇവിടെ ഓരോന്നും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ ഈ ക്വസ്റ്റനിൽ. പിന്നെ ആൽഫ ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. ശരി, ഫൈൻഡ് എ ക്യൂബിക് ഹൂസ് റൂട്ട്സ് ആർ ആൽഫ. ഇവിടെ നിന്ന് എന്താ പരിപാടി? സിമ്പിൾ. ഇത് TH വരുന്നതാണ്. y = നമ്മൾ പറയും x / x - 2 എന്ന രീതിയിൽ എഴുതും. എന്നിട്ട് എക്സിൻ്റെ ടേംസിൽ y എഴുതും. എന്നിട്ട് ആ പേരിനെ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് വൈയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. അതായിരിക്കും ഇക്വേഷൻ. ഡൺ. ഈ ക്വസ്റ്റ്യൻ നല്ലതാണ്. ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, 3 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ട് ഇയാൾക്ക്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ് എത്താൻ പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഹെറോൺസ് ഫോർമുലയാണ്. √(s - a × s - b × s - c ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെങ്ത് ഓഫ് ദി ട്രയാങ്കിൾ ആണ്. ലെങ്ത് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പറഞ്ഞ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ്. ഓക്കെ, പിന്നെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b + c/2 ആണ്. അപ്പോൾ ഇപ്പോൾ a + b + c നമുക്ക് സുഖമായിട്ട് കിട്ടും, കാരണം റൂട്ട്സിൻ്റെ -24 ആയിരിക്കും അല്ലേ. സോ -24 സോ 24/4 -a1/a0 എന്നല്ലേ. ദാറ്റ് ഇസ് = 6. ഇവിടെ /2 ചെയ്യണം. ദാറ്റ് ഇസ് = 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. പിന്നെ 3 - a 3 - b 3 - cയുടെ വാല്യൂ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കിട്ടും. ഐദർ നമുക്ക് ഫസ്റ്റത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. 3 - a. അപ്പോൾ ഇതിന് 3 മൾട്ടിപ്ലിക്കേഷൻ കിട്ടണം. ഈ പറഞ്ഞ സാധനത്തെ 3 - a 3 - b 3 - cയുടെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടണം. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള സംഭവം കിട്ടണമെങ്കിൽ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ സാധനത്തിൻ്റെ അത് ഡിവൈഡ് ബൈ ഇതാണല്ലേ. ഇപ്പോൾ എന്താ പറയുക, S4 എന്ന് പറയാൻ പറ്റും. സോറി, S3. ഇവിടെ S3 നമ്മൾ പറയാം അല്ലേ. S3 ദാറ്റ് ഇസ് = 30 ഡിവൈഡ് ബൈ 4. കാരണം മൈനസ് ക്യാൻസൽ ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. സോ ദാറ്റ് ദെയർ റൂട്ട്സ് ആർ 3 - ആൽഫ അല്ല 3 - a 3 - b 3 - c. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യല്ലേ ചെയ്യുന്നത്. ആ പറഞ്ഞ ഇക്വേഷൻ്റെ a b c ആണ് റൂട്ട്സ്. പക്ഷെ നമുക്ക് വേണ്ട റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 - a 3 - b 3 - c എന്ന രീതിയിൽ. ദാറ്റ് മീൻസ് y = 3 - x. സോ x = 3 - y.
അതേപോലെ ഈ പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കാൻ സിംപ്ലിഫൈ ചെയ്യുക, വൈഡ് ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ വൈഡ് ടേംസിൽ കുറേ വലിയ ഇക്വേഷൻ കിട്ടാം. അപ്പോൾ ആ ഇക്വേഷനിൽ ആകെ കോൺസ്റ്റൻറ്റ് ടേംസ് മാത്രം ഒന്ന് ഓർമ്മിച്ച് കിട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും കോൺസ്റ്റൻറ്റ് ടേം കിട്ടിയാൽ മതി. അത് മാത്രമല്ല വൈ ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് കൂടി കിട്ടണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം നമുക്ക് ഇങ്ങനെ കിട്ടുക, വൈ ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ നിന്ന് കിട്ടും. അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് കിട്ടും. നമ്മൾ റൂട്ട്സ് എന്തായാലും 3 - a 3 - b 3 - c. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സും കൂടി കിട്ടി. ആ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ഇവിടെ കൊടുക്കുക, ഉത്തരമായി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 - a 3 - b എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, വലിയ ഇക്വേഷൻ, ആ ഇക്വേഷൻ നമുക്ക് എന്താണ് 4 ഇൻറ്റു x - a x - b x - c എന്ന രീതിയിൽ എഴുതാൻ പറ്റും. എന്നിട്ട് ഈ എക്സിന് എന്ത് കൊടുക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട് കേട്ടോ, എക്സിന് എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. അന്നേരം 3 - a 3 - b 3 - cയുടെ വാല്യൂയും കിട്ടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് സംഭവിച്ച ഈ ക്വസ്റ്റ്യനിൽ സാർ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെത്തേഡ് നമ്മൾ ഇത്ര നേരം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇക്വേഷൻ ആണ്. ദാറ്റ് മീൻസ് 1/a² + 1/b² + 1/c² കിട്ടണം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാർ എന്താണ് എടുത്താൽ പോകുന്നത് വെച്ചാൽ, ഒരു ഇക്വേഷൻ കണ്ടെത്തും. ഈ ഒരു ഇക്വേഷന് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ഒരു ഇക്വേഷൻ കണ്ടെത്തും. സോ ദാറ്റ് ദി റൂട്ട്സ് ആർ 1/a², 1/b², 1/c². അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷന് സം ഓഫ് ദി റൂട്ട്സ് ആണ് ഈ പറഞ്ഞ വാല്യൂ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ ന്യൂട്ടൺ ബൈനെ അപ്ലൈ ചെയ്യാം. ന്യൂട്ടൺ ബൈ എന്താ പറയുന്നത്, Sn - 3 ദാറ്റ് ഈസ് ഇക്വൽ ടു 2s 2 എവിടെ നിന്ന് വന്നാൽ വെറുതെ 2 ഒക്കെ എഴുതുന്നു, Sn + 2 + Sn ഉള്ളൂ. പിന്നെ ഇവിടെ എന്താ വാല്യൂ, ഇതെന്ന് പറഞ്ഞാൽ 1/a², 1/b². അപ്പം എന്നിൻ്റെ വാല്യൂ -2 കൊടുക്കണം, കാരണം s -2യുടെ വാല്യൂ കണ്ടെത്തണം. സോ എന്നിൻ്റെ വാല്യൂ -2 കൊടുത്താൽ S1 - S0 + S - 2. ഓക്കെ, എന്നിട്ടോ S - 2യുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു S0 - S1. S0 എന്ന് പറഞ്ഞാൽ α⁻0, β⁻0, γ⁻0, ദാറ്റ് ഈസ് ABCയുടെ, ദാറ്റ് മീൻസ് 3. സോ S - 2 ഈസ് ഈക്വൽ ടു 3 - S1. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടും. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇത്രയും സിമ്പിൾ. ഇനി ഒരു അനലൈസിസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കളയാം. ഇത് y = f(x), നമ്മൾ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, a ≠ 0. ഓക്കെ, നമ്മൾ a കോമൺ എടുക്കും, എപ്പോഴും എടുക്കും. നമ്മൾ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി a കോമൺ എടുക്കും. സോ ഇവിടെ a കോമൺ എടുത്ത് ശരി, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്താ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യും. സോ b/2a² രണ്ട് വർഷം ആഡ് ചെയ്തും സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് പെർഫെക്റ്റ് സ്ക്വയർ എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. ശരി, ഓക്കെ, എന്നിട്ടോ ഈ മൈനസ് ഓക്കെ എ ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എ ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടുന്ന് എ കട്ടായിപ്പോയി. ഓക്കെ, ഈ മൈനസ് ഒന്ന് കോമൺ എടുത്തപ്പോൾ b²/4ac - c എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ b² - 4ac/4a. അപ്പോൾ b² - 4ac ദാറ്റ് ഈസ് ഡിസ്ക്രിമിനൻറ്റ്. സോ d/4a എന്ന ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളൊരു ഒബ്സർവേഷൻ, അത് കംപ്ലീറ്റ്ലി ഒബ്സർവേഷനാണ്. ഞാൻ b/2a എന്ന് ഒരു p ആഡ് ചെയ്യാണ്, എക്സിൻ്റെ സ്ഥാനത്ത് ഒരു p ആഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എക്സിൻ്റെ സ്ഥാനത്ത് p കൊടുക്കുകയാണ്. ഓക്കെ, അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക, ആ p എന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അന്നേരം എന്താ കിട്ടാൻ, അല്ലേ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് വെച്ചാൽ, ഇവിടെ -b/2a നമുക്കറിയാം, ഉള്ളിൽ സ്ക്വയറിനുള്ളിൽ സാധനം ഞാൻ എക്സ്ട്രാ നെഗറ്റീവ് കൊടുത്താൽ സെയിം സാധനം. സോ -x - b/2a എന്ന് എഴുതിക്കൂടെ, അങ്ങനെ എഴുതാം. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് എക്സ്ട്രാ p ആഡ് ചെയ്തിട്ട് വലിയ കാര്യങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഞാനൊരു p ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉത്തരം കിട്ടുക, സെയിം ഈ ഒരു ഉത്തരം കിട്ടുക. ജസ്റ്റ് ഒന്ന് p കൊടുത്തു നോക്കാം. ഓക്കെ, അല്ലെ സാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് -b/2a + p ആഡ് ചെയ്യും. അപ്പോൾ അത് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു ടേം കിട്ടും. അടുത്തത് എക്സിൻ്റെ സ്ഥാനത്ത് -b/2a - p ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ -p ആഡ് ചെയ്താൽ വീണ്ടും ഈ ടേം തന്നെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ -b/2a അല്ല സോറി -b/2a എന്ന് പറഞ്ഞ ടേമിൽ നിന്ന് +p ആഡ് ചെയ്തപ്പോഴും അതേപോലെ -p ആഡ് ചെയ്തപ്പോഴും ഫംഗ്ഷന് സെയിം വാല്യൂ കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം -b/2a സിമെട്രിക്കൽ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് സിമെട്രിക് അബൌട്ട് ദി പോയിന്റ് അറ്റ് ദ എക്സ് ആക്സിസ് കോൾഡ് -b/2a. ഓക്കെ, ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ -b/2a ഒന്ന് ഇവിടെ നിന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക, എക്സിന് -b/2a ഇട്ട് കൊടുക്കുക. -b/2 ഇതങ്ങോട്ട് ക്യാൻസൽ, അപ്പോൾ 0 ആയിപ്പോൾ. അപ്പോൾ ബാക്കി വരുന്നത് -d/4a ആണ്. ദാറ്റ് മീൻസ് ആ പറഞ്ഞ എക്സിൻ്റെ കോർഡിനേറ്റിന്, ആ ഒരു പറഞ്ഞ എക്സിൻ്റെ കോർഡിനേറ്റ് അവിടെ നിന്നാണ് ഈ പറഞ്ഞ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ആ
ആ പറഞ്ഞ കോർഡിനേറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -d/4 ആണെന്നുള്ള കാര്യം കൂടി കിട്ടി. അതുമാത്രമല്ല a greater than 0 ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുമാത്രം ഇതിൻ്റെ ഈ ഒരു ഗ്രാഫ് എങ്ങനെ പാരബോളയാണ് കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ ഗ്രാഫ് എങ്ങനെ പാരബോൾ കിട്ടിയത്? നമ്മൾ ജസ്റ്റ് ഇല്ല ഈ പറഞ്ഞ ഫംഗ്ഷനിൽ എക്സ് എന്തൊട്ട് കൊടുക്കുക, ഇൻഫിനിറ്റി എടുക്കുക. എക്സിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ a greater than 0 ആണെങ്കിൽ എക്സിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകും. എക്സിന് ഇൻഫിനിറ്റി കൊടുത്ത് വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്. എക്സിന് -ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ -ഇൻഫിനിറ്റിയിലേക്ക് പോകും സ്വാഭാവികമായിട്ടും. അതേപോലെ തന്നെ a<0 സിമിലർ ആയിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആ ഒരു വെർട്ടെക്സ് പോയിന്റിന് നമ്മൾ എന്താ പറയുക, -b/2a ആയിരിക്കും, അതേപോലെ -d/4a ആയിരിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. കാരണം -b/2a എന്ന പോയിന്റിന് സിമെട്രിക്കൽ ആയിട്ടാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അതേപോലെ ഈ പറഞ്ഞ വൈയിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് 0 ആയിരിക്കും. എക്സ്പോണൻ്റ് 0 പിന്നെ c, ആ പറഞ്ഞ c ആണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ റേഞ്ച് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം വാല്യൂ അല്ലെങ്കിൽ ഇപ്പം a greater than 0 ആണെങ്കിൽ മിനിമം വാല്യൂ -d/4യും a<0 ആണെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും -d/4 എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഡൗൺവേർഡും അപ്വേർഡ് പാരബോൾ എങ്ങനെയാണെന്ന് മനസ്സിലായി. ശരി, ഇനി നമ്മൾ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. വാട്ട് ഈസ് റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റൂട്ട്സ് എന്തെന്നാ? റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂസ് ഓഫ് എക്സ് അറ്റ് വിച്ച് ദി വൈ ബിക്കം 0. വൈ കോർഡിനേറ്റ് 0 ആവുന്ന പോയിന്റ്സിലുള്ള എക്സ്, ദാറ്റ് മീൻസ് ഈ എക്സ് ആക്സിസ് ഉണ്ടല്ലോ, ഈ എക്സ് ആക്സിൽ ഇപ്പം ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ കട്ട് ചെയ്ത്, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഇവിടെ എന്താണ് y0 ആണ്, ഈ പറഞ്ഞ പോയിന്റ് ഇവിടെ y0. അപ്പോൾ ആ പറഞ്ഞ എക്സ് കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ആക്ച്വലി എന്താ പറയുക, റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൺസിഡർ ദി ഗ്രാഫ്. ഇവിടുന്ന് കമൻറ്റ് ഓൺ ദി സൈഡ്സ്. എയുടെ വാല്യൂ ഇവിടെ ഡൗൺവേർഡ് പാരബോളാണ്, a<0 നെഗറ്റീവ് ആണ്. ശരി, ഇനി ബിയുടെ വാല്യൂ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ബിയുടെ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സിൻ്റെ ഈ പോയിന്റ് ആണല്ലോ, അവിടെ നിന്നാണ് അപ്പുറം ഇപ്പുറം എന്താണ് സെയിം ആയിട്ട് രീതി സിമെട്രിക്കലായിട്ട് വരുന്നത്. ഇവിടെ -b, ഇവിടെ ആക്ച്വലി -b/2a അത് greater than 0 അക്കോർഡിംഗ് ടു x ആക്സിസ് y ആക്സിസ്. x ആക്സിസിൻ്റെ പോസിറ്റീവ്, സോ ഇറ്റ് ഇസ് greater than 0 ആൻഡ് വി നോ a is that is നെഗറ്റീവ്. സോ -b ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് 0 ആവും. ഓക്കെ, എന്നിട്ടോ ഇവിടെ -b ആണ്, അപ്പോൾ b greater than 0 എന്ന രീതിയിൽ വരും. അതേപോലെ സിയുടെ വാല്യൂ നോക്കി ഇവിടെ സിയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, കറക്റ്റ്. ഇനി ഡിയുടെ വാല്യൂ, ഇത് ഇവിടെ രണ്ട് റിയൽ റൂട്ട്സ് ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഡിയുടെ വാല്യൂ ദാറ്റ് ഷുഡ് ബി greater than 0. ഡിയുടെ വാല്യൂ greater than 0 ആണെങ്കിൽ മാത്രമേ ഒരു റിയൽ റൂട്ട്സ് കിട്ടുള്ളൂ. ഓക്കെ,